ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് മരിച്ചുപോയി. ഷീ ജിൻപിങ്ങിന് കടുത്ത രോഗമാണ്. ഷീ ജിൻപിങ് ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ പല വാർത്തകൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് മലയാള ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തുവിട്ടതാണ്. ആ വാർത്തകളെല്ലാം തന്നെ നമ്മുടെ നാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള സുബ്രഹ്മണ്യം ജയശങ്കർ അഥവാ എസ് ജയശങ്കർ ചൈനയിലേക്ക് പോയിരുന്നു. ചൈനയിലെ വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മലയാള മാധ്യമങ്ങളെ അടക്കം ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നുള്ളത്. ഷീ ജിൻപിങ്ങുമായിട്ട് കൈകൊടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഷീ ജിൻപിങ്ങിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് ഇതോടുകൂടി ലോകരാജ്യങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഷീ ജിൻപിങ് ജയശങ്കറിനെ കണ്ടപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തു ചാടി എന്ന രീതിയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ചൈനയിൽ പോയി നമ്മുടെ സുബ്രഹ്മണ്യം ജയശങ്കർ അഥവാ എസ് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇത് ചെയ്താൽ ഇരു രാജ്യങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുമെന്നുള്ളതാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2020 ഗാൽവാൻ താഴ്വരയിലുണ്ടായ ആ വലിയ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ജയശങ്കർ ചൈന സന്ദർശിക്കുന്നത്. ഷാങ്ഹായ് സഹകരണ സംഘടന 2025 സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം അവിടെ പോയിരുന്നു. ഇതിനിടയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, അതിർത്തി തർക്കങ്ങൾ മുതൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചു. ചൈന ഇന്ത്യ അതിർത്തി അല്ലെങ്കിൽ പരസ്പര വ്യാപാരത്തിൽ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തരുത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത്, അതായത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും ദോഷകരമായി ബാധിക്കും, കഷ്ടപ്പെടും. കാരണം അമേരിക്ക ഒരു സൈഡിൽ നിന്ന് തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്, താരിഫ് മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണങ്ങൾ നമ്മുടെ വ്യാപാരത്തിനിടയിൽ ഏർപ്പെടുത്തുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ദോഷം ചെയ്യും. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് കൃത്യമായി ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ജയശങ്കർ പറയുമ്പോൾ അത് എത്ര ഗ്രാവിറ്റിയിൽ അദ്ദേഹം പറയുമെന്ന്. എന്തായാലും ഇരു രാജ്യങ്ങളെയും ജനങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് തുടർന്നാൽ സഹകരണം വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും. പരസ്പരം ബഹുമാനം, താല്പര്യം, പരസ്പര വികാരങ്ങൾ മനസ്സിലാക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യങ്ങളുടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യണം. അതിർത്തിയിൽ സമാധാനം നിലനിർത്തിയതിനു ശേഷവും ബന്ധം സ്ഥാപിച്ചതിനു ശേഷവും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു. ഇപ്പോൾ ഇരു രാജ്യങ്ങൾക്കും വ്യാപാരത്തിൽ കൂടുതൽ പങ്കെടുക്കാനായി കഴിയുന്നുവെന്നും എസ് ജയശങ്കർ തൻ്റെ ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന് മുഴുവൻ ഗുണകരമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യ ചൈന ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ ലോകത്തിനും ഗുണകരമാണ്. ലോകം മുഴുവൻ ഇന്ത്യ ചൈന ബന്ധങ്ങളെ ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെട്ടു. സംഭാഷണത്തിലൂടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ വർഷം കസാനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ക്രമേണ മെച്ചപ്പെടുന്നു. ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഭാവി അടിസ്ഥാനമാക്കിയുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും കൃത്യമായിട്ടുള്ള ജയശങ്കറിന്റെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.